ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗാണ്. തമിഴ്നാട് ദേശത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഒരു വട്ടി കാണാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി വെച്ചിട്ട് നെയ്തെടുക്കുന്ന വട്ടിയാണ്. കേരളത്തിൽ അധികം പ്രചാരത്തിലില്ല. പക്ഷേ തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം മാർക്കറ്റിൽ പോകുന്നതും ഓഫീസുകളിൽ പോകുന്നതും അവരുടെ ടിഫിൻ വയ്ക്കാനും എല്ലാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ വിശേഷം ഇതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് കട്ടിലും കസേരയും എല്ലാം പ്ലാസ്റ്റിക് വരിക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള ബോർഡുകളും മറ്റും വരുന്നതിന് മുമ്പെയാണ് ഈ പ്ലാസ്റ്റിക് വരിക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക് വരിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉപയോഗിച്ചിരുന്നത്. അതിൽ കട്ടിലിൻ്റെയും കസേരയുടെയും ഒക്കെ ചട്ടത്തിൽ നിരനിരയായി ഹോളുകൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ദ്വാരങ്ങളിലൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കയറ്റി എല്ലാ വശത്തൂടെയും അങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാക്കി ആ ദ്വാരങ്ങളിലൂടെയൊക്കെ കയറ്റിയെടുത്ത് നല്ല ബലത്തിൽ വലിച്ച് എടുത്തിട്ടാണ് ഇത് നെയ്തെടുക്കുക. പ്ലാസ്റ്റിക് വരിയുക എന്നാണ് പറയുക. പണ്ടുകാലങ്ങളിൽ അങ്ങനെ പ്ലാസ്റ്റിക് വരിഞ്ഞ കട്ടിലുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ നല്ല ബലത്തിൽ തന്നെ പ്ലൈവുഡിൻ്റെ ഒരു കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്നത് പോലെ തന്നെ സുഖകരമായി അതിന് മുകളിൽ കിടക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് വരിഞ്ഞ് വയ്ക്കുക. അത്രയ്ക്ക് നല്ല ബലത്തിലാണ് ഇത് വരിഞ്ഞ് എടുക്കുക. പ്ലാസ്റ്റിക് വെച്ചിട്ട് വരിഞ്ഞ കസേരകളും പ്ലാസ്റ്റിക് വരിഞ്ഞ കട്ടിലുകളും അന്നൊക്കെ വളരെ സുലഭമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്ലൈവുഡ് വന്നത്. പ്ലൈവുഡ് വന്നതിൽ പിന്നെ പ്ലാസ്റ്റിക് വരിക എന്നുള്ള ബുദ്ധിമുട്ടില്ല. പ്ലൈവുഡിൻ്റെ വലിയൊരു കഷ്ണം വെച്ച് അടിച്ച് മതി കട്ടിലിനും കസേരയ്ക്കും ഒക്കെ. ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബാഗ് ആണ് ഇത്. ഇപ്പോൾ ഇതുപോലെയുള്ള ബാഗുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ എല്ലാ ആൾക്കാരും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് വരിഞ്ഞ ബാഗുകൾ ഉപയോഗിക്കാറ് പതിവുണ്ട്. ഇത് ഒട്ടും തന്നെ പെട്ടെന്ന് എണ്ണ ചീത്തയാകുന്നതല്ല. നമ്മളുടെ മറ്റുള്ള പ്ലാസ്റ്റിക് ബാഗ് പോലെയോ ലെതറിൻ്റെ ബാഗ് പോലെയോ ഒറക്സിൻ്റെ ബാഗ് പോലെയോ ഒന്നും ഇത് കീറിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ ബലമായി തന്നെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ കളറ് മങ്ങയില്ല. പല നിറത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ ഇതുപോലത്തെ കിട്ടും. ആ പ്ലാസ്റ്റിക് വള്ളികൾ വെച്ചിട്ട് ഇത് നെയ്ത് എടുക്കുന്നതാണ്. പണ്ടൊക്കെ ഓല മടയുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഓല മടൽ വെച്ചിട്ട് മെടഞ്ഞെടുത്തിട്ടാണ് വീടുകളൊക്കെ മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ കാണും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളിയുടെ അത്രയ്ക്കുള്ള വീതിയേ ഉള്ളൂ ഈ വള്ളിക്ക്. ചെറിയ വീതിയിലുള്ള വള്ളി വെച്ചിട്ടാണ് ഇത് വെച്ച് അങ്ങനെ അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് പോലെ നെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനിടയിൽ കറുത്ത ഡിസൈൻ, ഈ കാണുന്നത് കറുത്ത ഡിസൈനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുഴലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കുഴൽ കറുത്ത ഡിസൈനുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ആ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് വെച്ച് നെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയാണിത്.